ഇവിടെ ഇപ്പോൾ കുത്തിയോട്ട ബാലന്മാരെയൊക്കെ അവരുടെ പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷം അമ്പലത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത്. 582 പേരാണല്ലേ പൂജ ഇത്തവണ ഉള്ളത് കുത്തിയോട്ട ബാലന്മാരായി. 10 വയസ്സിനും 12 വയസ്സിനിടയ്ക്കുള്ള കുഞ്ഞു മക്കളാണ്. അവർ എത്രയോ ദിവസമായി വ്രതമെടുത്ത് അമ്മയ്ക്കിടെ കാവലാൾ ആയി പോകാനായി തയ്യാറെടുക്കുന്നവരാണ്. ഇനി 1:15 1:15 ഈ പൊങ്കാല നിവേദ്യം നടക്കുക. പുണ്യാഹം തളിച്ച് നിവേദിച്ചതിന് ശേഷമായിരിക്കും മറ്റ് പൊങ്കാലയ്ക്കും ഇതുപോലെ ഇവിടെ ക്ഷേത്രത്തിൽ നിന്നും നിയോഗിച്ചിട്ടുള്ള പൂജാരിമാരുടെ നേതൃത്വത്തിൽ എല്ലാ പൊങ്കാല കലങ്ങളും നേദിച്ച് അവർക്ക് വീടുകളിലേക്ക് മടങ്ങാനാവുക. ഓരോരോ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കൃത്യസമയത്ത് തന്നെ നിവേദ്യം ഉണ്ടാകുമെന്ന് അല്പസമയം മുമ്പ് നമ്മുടെ സംസാരിച്ചവരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഓരോരുത്തരും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങാണ്. എങ്ങനെ അടുത്ത വർഷവും ഞങ്ങൾ വന്നിരിക്കും, അത് ഉറപ്പിച്ചുകൊണ്ടാണ് അനുഭൂതിയാണ്. ആ ഭക്തിയുടെയും നിറവിൻ്റെയും ഒക്കെ ആ ഒരു വല്ലാത്ത അനുഭൂതിയിൽ മടങ്ങുകയാണ് അനന്തപുരിയിലേക്ക് വന്നെത്തിയ ഓരോ സ്ത്രീകളും എന്ന് വേണം പറയാൻ. പുഷ്പവൃഷ്ടി ഉണ്ടാകും, മരങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞു. അതിന്റെ സൗണ്ട് നമുക്ക് ചെറുതായിട്ട് ഇവിടെ നിന്ന് കേൾക്കാൻ പറ്റും. എല്ലാ തവണയും ഉണ്ടാവാറുണ്ട് അങ്ങനെ പുഷ്പവൃഷ്ടിക്കുള്ള ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടിക്കുള്ള തയ്യാറെടുപ്പുകളും നടക്കുന്നു. 1:15 പൊങ്കാല നിവേദ്യം. 1:03 ഇപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. ഒരുപാട് ചടങ്ങുകൾ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. കുത്തിയോട്ട ബാലന്മാരെ ഇപ്പോഴിതാ അവരുടെ പ്രത്യേക സ്നാനത്തിന് ശേഷം അകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കുറച്ച് പേര് വീതമാണ് അകത്തേക്ക് കൊണ്ടുപോകുന്നത്. പൊങ്കാല നിവേദ്യത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. കുത്തോറ്റംപാട്ട് നടക്കുന്ന പ്രത്യേക സ്ഥലമുണ്ട്. അവിടത്തിന് മുന്നിൽ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള പണ്ടാര അടുപ്പിലാണ് ഇന്ന് പൊങ്കാല സമർപ്പണം നടന്നിട്ടുള്ളത്. അവിടെയായിരിക്കും ഇനി നിവേദ്യം ആദ്യമായി നടക്കുക. തീർത്ഥജലം കൊണ്ടുവന്ന് നിവേദിച്ച ശേഷമായിരിക്കും മറ്റ് പൊങ്കാല കലങ്ങളും നേദിക്കുക. അത് ക്ഷേത്രത്തിൽ നിന്നും പ്രത്യേകമായി നിയോഗിച്ചിട്ടുള്ള പൂജാരിമാരായിരിക്കും ആ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയാണ്. ഇനി ഏറ്റവും അവസാനത്തെ ഇതാണല്ലേ ഇന്നത്തോടുകൂടി ആറ്റയിൽ പൊങ്കാല കഴിയും. നമ്മൾ കുറേ നാളായിട്ട് പൊങ്കാലയ്ക്ക് വേണ്ടി ഉത്സവം സമാപിക്കുന്ന നാളെയാണ് ഇന്ന്. അങ്ങനെ 10 ലക്ഷങ്ങൾ കാത്തിരുന്ന ആറ്റാൽ പൊങ്കാല സമാപിക്കുകയാണ്. ഒന്നേ പറയാനുള്ളൂ, എല്ലാവരും അടുത്ത തവണയും വരും. ആറ്റാലമ്മ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, വിളിച്ചിരിക്കും. അതെ, ആറ്റുകാലമ്മയുടെ പ്രത്യേക ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ തവണയും മുടങ്ങാതെ വരാനാവൂ എന്നാണ് എല്ലാ വിശ്വാസികളും ആവർത്തിച്ചു പറയുന്നൊരു കാര്യം. മനസ്സിൽ അതിശക്തമായി ആഗ്രഹിക്കുക, ഒപ്പം അമ്മയും കൂടി അനുഗ്രഹിച്ചാൽ വരാനാകും എന്നുള്ളത് തന്നെയാണ്. 35 വർഷമൊക്കെ തുടർച്ചയായി വരാൻ കഴിയുന്നതിന്റെ പ്രത്യേകത ഭാഗ്യം എന്ന രീതിയിൽ തന്നെയാണ് അത് കണക്കാക്കേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇപ്പോൾ കുത്തിയോട്ട ബാലന്മാർ ഓരോരുത്തരും വ്രതമനുഷ്ഠിച്ച് ഓരോരുത്തരും പ്രത്യേക സ്നാനത്തിന് ശേഷം അവർ അമ്മയെ കാണാൻ വേണ്ടി, അമ്മയെ വണങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവരുടെ ആ ഒരു വ്രതത്തിന്റെ ഭാഗം കൂടിയാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട ബാലന്മാരാണ്. ഇന്ന് വൈകുന്നേരം അമ്മയ്ക്ക് അകമ്പടി സേവിക്കുന്നത് അവരാണ്. നാളെ ചൂരലഴിക്കുന്നതോടു കൂടിയായിരിക്കും ഉത്സവത്തിന് സമാപനമാവുകയും ചെയ്തത്. സംരക്ഷണമാണ് ഈ ബാലന്മാർക്ക് ഇവിടെ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അവരെ അതുപോലെ തന്നെയാണ് കരുതുന്നതും. പ്രത്യേക വ്രതം നോക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഭക്ഷണക്രമങ്ങൾ, അവരുടെ സ്നാനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും കൃത്യതയുണ്ട്. ഉണരേണ്ട സമയവും ഉറങ്ങേണ്ട സമയവും അടക്കം എല്ലാ കാര്യങ്ങളിലും കൃത്യത പാലിച്ചുകൊണ്ടാണ് ഇത്രയും ദിവസം ഈ കുത്തിയോട്ട ബാലന്മാരോട് വ്രതം എടുക്കുന്നതും. ഇപ്പോഴത്തെ സ്നാനത്തിന് ശേഷം അമ്മയെ നമസ്കരിക്കാനായി ക്ഷേത്രത്തിനുള്ളിലേക്ക് ഒരുമിച്ച് നിർത്തും. ചെറിയ കുറുമ്പും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവർ ചെയ്യുന്നതാണ്. അല്പസമയം മുമ്പ് ഒരാളുടെ അടുത്ത് ഇവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ട്രസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. എല്ലാവരും അത്യാവശ്യം വന്ന സമയത്തൊക്കെ എല്ലാവരും കരച്ചിലും ബഹളവും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും പിന്നെ ആകെപ്പാടെ ഒരു അന്തരീക്ഷമായിരുന്നു സൗഹൃദത്തിൻ്റെ. എല്ലാവരും ഒരുമിക്കുന്നു. അതേപോലെ തന്നെ എല്ലാവരും കൃത്യമായിട്ട് ഓരോ ചടങ്ങുകളും ചെയ്യുന്നു. ഇപ്പം തന്നെ കാണാം, വരിയായിട്ട് എല്ലാവരും പറയുന്നതിനനുസരിച്ച് എല്ലാവരും അമ്മയെ വണങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെയാണ് ചടങ്ങുകളൊക്കെ ഓരോന്നായി വരികയാണ്. മറ്റൊരു വശത്ത് പണ്ടാരടുപ്പിൻ്റെ അവിടെയായിട്ട് നമുക്ക് കാണാൻ പറ്റും നിവേദ്യത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1:15 പറഞ്ഞിരിക്കുന്നത്. കൃത്യസമയത്ത് തന്നെ നിവേദ്യം നടക്കും എന്നാണ്. സമിതി അംഗങ്ങളെല്ലാം തന്നെ തയ്യാറെടുത്ത് അവിടെ എത്തിയിട്ടുണ്ട്. പണ്ടാരടുപ്പിന് ചുറ്റുമായി അവർ ഉണ്ട്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ പൊങ്കാല നിവേദ്യം നടക്കുമെന്നതാണ്